നിവിൻ പോളി നായകനായി വന്ന ചിത്രമാണ് സർവ്വം മായ. സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്താൻ നിവിൻ പോളിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ നിവിൻ പോളി തന്റെ സ്വാഭാവികമായ ട്രാക്കിലേക്ക് തിരിച്ചെത്തി എന്നതാണ് സർവ്വം മായക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 135.55 കോടി നേടി വമ്പൻ തിരിച്ചുവരാണ് നിവിൻ പോളി സർവ്വം മായയിലൂടെ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 70.09 കോടി നെറ്റ് നേടിയിരിക്കുകയാണ് സർവ്വം മായ എന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഋഷഭ് ഷെട്ടിയുടെ കാന്താരയടക്കമാണ് ഇതിനകം സർവ്വം മായ കേരളത്തിൽ മറികടന്നിരിക്കുന്നത്. ഋഷഭ് ഷെട്ടിയുടെ കാന്താര 45.31 കോടിയാണ് മലയാളം നെറ്റ് കളക്ഷനായി ആകെ നേടിയത്. വിദേശത്തും സർവ്വം മായ 50 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട് 54 കോടിയിൽ എത്തിയിരിക്കുന്നു. അതിനിടയിൽ സർവ്വം മായയുടെ OTT റിലീസും സംബന്ധിച്ചും വാർത്തകൾ പുറത്തുവന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് എന്ന് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി ആദ്യ വാരമോ രണ്ടാം വാരമോ സർവ്വം മായ OTTയിൽ എത്തും എന്നുമാണ് റിപ്പോർട്ട്. പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ അഖിൽ സത്യൻ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ നിവിൻ പോളിയായി ഈ ചിത്രത്തിലൂടെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമ പ്രേമികൾ. കൂടാതെ മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായ നിവിൻ പോളിയും അജു വർഗീസും ഒന്നിക്കുന്ന 10ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവ്വം മായ ക്കുണ്ട്. പ്രതീക്ഷകളെല്ലാം ഫലവത്തായി എന്ന് തെളിയിക്കുന്നതാണ് പ്രതികരണങ്ങള്. ഇവർക്കൊപ്പം മലയാളത്തിന്റെ പ്രിയതാരങ്ങളായ ജനാർദ്ദനൻ, രഘുനാഥ് പലേരി, മധു വാര്യർ, അൽതാഫ് സലിം, പ്രീതി മുകുന്ദൻ എന്നിവരും അണിനിരക്കുന്നു. ഫയർഫ്ല ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ, രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അഖിൽ സത്യൻ, രതിൻ രാധാകൃഷ്ണൻ എന്നിവരാണ് എഡിറ്റിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത്.